ഇനി ഈ പറഞ്ഞ മാധവ്ജിയിൽ നിന്ന് പൂർണ്ണ ദീക്ഷിതയായ വാസന്തി അമ്മയെ പ്രശസ്ത ആധ്യാത്മിക പ്രഭാഷക കൂടിയാണ് അവരെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീ മഹാഗണപതയേ നമഃ. ശ്രീ സരസ്വതിയേ നമഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമഃ. സംപൂജ്യരായ ആചാര്യന്മാരെ, വേദിയെ അലങ്കരിച്ചിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഭാഗ്യ സന്താനങ്ങളെ, എല്ലാവർക്കും സാദര പ്രണാമം. ഇവിടെ ഈശ്വരൻ പറഞ്ഞതുപോലെ ആനന്ദകരമായിട്ട് ഒരവസ്ഥയിലാണ് ഞാനും ഇവിടെ ഇരിക്കണേ. കാരണം എൻ്റെ ഇടതുവശത്ത് എൻ്റെ അപ്പൂട്ടൻ എന്ന് വിളിക്കുന്ന എൻ്റെ ഏട്ടൻ്റെ ദീക്ഷിതരായ ശിഷ്യങ്ങളുണ്ട്. വലതുവശത്ത് എൻ്റെ ഗുരുനാഥൻ, ആ പരമ്പരയിൽ അദ്ദേഹത്തിൻ്റെയും ഗുരുനാഥൻ്റെ ആ ശിഷ്യൻ്റെ ശിഷ്യനായിട്ടുള്ള എൻ്റെ പതി, അതുപോലെ ജഗദീശ്വരിയുടെ അനുഗ്രഹം കൊണ്ട് അമ്മയുടെ ഭിന്നമായിരിക്കുന്ന ഭാവങ്ങളെ, ഭിന്നമായിരിക്കുന്ന ശേഷികളെ അഹങ്കരിച്ച് മുന്നോട്ടോടുന്ന അമ്മയുടെ സൃഷ്ടി ജാലങ്ങൾക്ക് മുമ്പിൽ എത്രമാത്രം ഭിന്നമായിട്ടുള്ള ശേഷിയാണ് അമ്മയുടെ ഓരോ സൃഷ്ടിയിലുമെന്ന് വിളിച്ചോതുന്ന ഭിന്നശേഷി എന്ന് നാം വിശേഷിപ്പിക്കുകയും പലരും വളരെ ശ്രദ്ധിക്കാതെ അശ്രദ്ധമായിട്ട് അമ്മയുടെ ആ മഹത് സാന്നിധ്യമുള്ള മക്കളെ തിരിഞ്ഞു നോക്കാതെ കടന്നു പോകുന്നവരിൽ അത്തരക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ കരുത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ശക്തമായ സംഘടനയുടെ സാരഥിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബാലഗോപാൽജി, അതുപോലെ തന്നെ ഈ മഹത് ആശയത്തെ എൻ്റെ ഗുരുനാഥൻ 1988 സെപ്റ്റംബർ മാസം 12-ാം തീയതി ശരീരം വെടിഞ്ഞ് നമ്മളിലേക്കെല്ലാം ലയിച്ച സമയത്ത്, ഈ പ്രപഞ്ചത്തിലേക്ക് തന്നെ, അമ്മയിലേക്ക് തന്നെ ലയിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ ഇന്ന് നിർവഹിക്കുന്നതിൽ ഈ പാലക്കാടിൻ്റെ, എൻ്റെ ഗുരുനാഥൻ്റെ ഗുരുപരമ്പരയുടെ ഏറ്റവും മഹനീയമായിരിക്കുന്ന പരാപര ഗുരുവിൻ്റെ സ്ഥാനത്തുള്ള ആ കൽപ്പാത്തി ഗുഹയിലെ ഗുരുപരമ്പരയുടെ ആശയങ്ങളെ ഈ പൈതൃക ഗ്രാമത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, ഇടതടവില്ലാതെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ ശ്യാംജി, അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ ശിഷ്യപരമ്പരകളെ, ഇതിലെല്ലാം എന്നെ സന്തോഷിപ്പിച്ചത് എത്ര നാര്യസ്തു പൂജ്യന്തേ തത്ര രമന്തേ സർവദേവത എന്ന് നാട് മുഴുവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഭണ്ഡാസുരൻ എന്ന് പറഞ്ഞ അസുരൻ്റെ വിളയാട്ടം നടക്കുന്ന ആ കാലം പോലെ ഭണ്ഡൻ്റെ രാക്ഷസീയത നടമാടുന്ന ഈ കലിയുഗത്തിൽ
ഭണ്ഡദൃഷ്ടിയിൽ നിന്ന് സ്വയം രക്ഷയ്ക്ക് വേണ്ടി കോടതി താഴെ മുതൽ സുപ്രീം കോടതി വരെ കേസും കൂട്ടവുമായി നടക്കുന്ന നാരിമാരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ട് പഞ്ചമി പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി, നിങ്ങൾ ലളിതാ സഹസ്രനാമത്തിൽ കേട്ടിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ പഞ്ചമിയാണ്, 5ാമത്തെ കുട്ടിയാണ്. 7 ആൺകുട്ടികളെ 7 പേരെ തന്ത്രശാസ്ത്രത്തിൽ അദ്ദേഹം താന്ത്രിക ദീക്ഷ കൊടുത്ത് വളർത്തിയപ്പോൾ 5ാമത്തെ കുട്ടിയായിട്ട് ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ അതിന് പ്രാപ്തമാക്കി എന്നുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് വെറുതെ അല്ല. ഒരു 5 വർഷം കൂടിയേ, 84 ഫെബ്രുവരി 1 പറയുകയാണ്, ഒരു 5 വർഷം കഷ്ടിയേ നിങ്ങൾക്ക് എന്നെ മുഖത്ത് കാണാൻ കിട്ടും. അതിനുള്ളിൽ ഞാൻ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളും പെൺകുട്ടികളും എന്നുള്ള വിഭാഗത്തിലേക്ക് നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നീ ചെയ്തിരിക്കണം. എനിക്കത്രയൊന്നും മനസ്സിലായില്ല അദ്ദേഹം എന്താ കണ്ടതെന്ന്. എന്തായിരുന്നാലും ഞാൻ സർക്കാർ സർവീസിൽ ഗ്രാമവികസന വകുപ്പിൽ ജോലി കിട്ടി തൃപ്പൂണിത്തുറ സംസ്കൃതം കോളേജിൽ പഠിക്കുമ്പോൾ എന്നെ നിർബന്ധിച്ച് PSC ജോയിൻ ചെയ്യാൻ വിടുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഏൽപ്പിച്ച കാര്യം നന്നായി ചെയ്യുക, അതാണ് ഗുരുവിനുള്ള ദക്ഷിണ. അദ്ദേഹം ഏൽപ്പിച്ചത് എന്തായിരുന്നു? സ്ത്രീകളും കുട്ടികളും. ഞാൻ പോയത് ഗ്രാമവികസന വകുപ്പിൻ്റെ ജില്ലയിലെ, കോഴിക്കോട് ജില്ലയുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനം ആക്കിക്കൊണ്ടുള്ള വികസന പ്രവർത്തനത്തിൽ അതിൻ്റെ ജില്ലാ വനിതാക്ഷേമ ഓഫീസർ, അതൊരു ജില്ലയുടെ വനിതാ സംരക്ഷക, വനിതകളുടെയും കുട്ടികളുടെയും പ്ലാൻ പദ്ധതികളുടെ നിർവഹണം, ഇതെല്ലാം കൊണ്ടൊരു 10-31 വർഷം അദ്ദേഹം നൽകിയ ഊർജം ഉപയോഗിച്ച് അദ്ദേഹം എന്നെ എന്താണോ നിർദ്ദേശിച്ചത് അത് സർക്കാർ സംവിധാനത്തിലൂടെ ഇന്ന് കാണുന്ന കുടുംബശ്രീ സംവിധാനത്തെയൊക്കെ സൃഷ്ടിച്ചെടുക്കുന്നതിലും. കഴിഞ്ഞ ദിവസം നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, ഒരു കുടുംബിനിയുടെ വരുമാനത്തെ ശമ്പളമായി നിശ്ചയിച്ചാൽ ഒരു ദിവസത്തെ ശമ്പളം, ഞാൻ നോക്കണമെന്ന് വേറൊന്നുമല്ല, നമ്മുടെ പ്രതിനിധി ഞാൻ ഇവിടെ ഇരിക്കണുള്ളൂ, സ്ത്രീ ശരീരിയായിട്ട് 30,000 രൂപ. എത്ര പേര് വായിച്ചു? സാധക സാധ്യത ഒക്കെ നോക്കുമ്പോൾ നാം പഠിക്കേണ്ടത് കേവലം വെറും സാധനയല്ല, സാധിക്കാൻ വേണ്ടി ചെയ്യുന്ന സാധനയിൽ നിത്യജീവിതത്തിൽ അതിനെ പ്രായോഗികമായിട്ട് അതിൻ്റെ പ്രവൃത്തിപഥത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നതാണ് സാധനയുടെ സാക്ഷാത്കാരം. ആ സാക്ഷാത്കാരം ഒരു സന്തോഷത്തോടെ അത് ശ്രമിക്കാൻ പറ്റിയെന്ന് നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ ഞാൻ. കാരണം ഒരു 12 വർഷം മുമ്പ് തിരുവനന്തപുരം നഗരത്തിൽ ട്രിഡ എന്ന് പറഞ്ഞ സംഘടന, അവിടെ കൂടിയിരുന്ന ഒരു വേദിയിൽ 5 അംഗ ഗ്രൂപ്പിൽ സ്ത്രീകളുടെ എക്കണോമി എങ്ങനെ വിലയിരുത്തണമെന്ന് ചോദിച്ചപ്പോൾ ദിവസത്തിൽ ഒരു 35,000 തന്നാൽ സമ്മതിക്കാമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത ആളായിരുന്നു ഞാൻ. അന്ന് എൻ്റെ സഹോദരിമാർ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞു, ഇതെവിടെ കിട്ടും? ഇവിടെ ഞാൻ അന്യല്ല കേട്ടോ, ഞാൻ ഈ ഒറ്റപ്പാലത്ത് ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറും ഇവിടെയായിരുന്നു എൻ്റെ ഗ്രാമവികസന രംഗം. എൻ്റെ സ്വന്തം പാലക്കാടാണ്. ഞാൻ ഏറ്റവും കൂടുതൽ അമ്മയെപ്പോലത്തെ സ്നേഹിക്കുന്ന മണ്ണാണിത്. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവ് കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് മറ്റൊന്നുമല്ല, എന്താണ്? ഭണ്ഡാസുരവധോദ്യുക്ത ബാല വിക്രമനന്ദിത. എന്താ വിചാരിച്ചത്? കേവലം 9 വയസ്സുള്ള പെൺകുട്ടി ഭണ്ഡൻ്റെ 30 മക്കൾക്ക് ഒരൊറ്റ വാൾമുനയിൽ നിന്ന് മറുപടി കൊടുക്കുമ്പോൾ, തിരിച്ചോടി വന്ന് അമ്മയുടെ മടിത്തട്ടിൽ വന്നിരിക്കുമ്പോൾ വിട്ടപ്പോഴമ്മ ചോദിച്ചു, എന്ത് അവിടേക്ക് പോകുന്ന ഈ ഭണ്ഡാസുര യുദ്ധത്തിൽ? ചക്രരാജയന്ത്രത്തിൻ്റെ ബിന്ദുവിൽ അങ്ങനെ ഇരിക്കുന്ന അമ്മയുടെ മടിയിലിരുന്നിട്ട് മകൾ പോകുമ്പോൾ എനിക്ക് യുദ്ധം ചെയ്യണമെന്നുള്ള ആ രാഷ്ട്രീയത്തിൽ ഓടുമ്പോൾ ഇവളെന്ത് ചെയ്യാനാ പോണെന്ന് അമ്മ വിചാരിച്ചു. അമ്മയുടെ ആ ബാലഭാവത്തിൽ ഇത്രമാത്രം ക്രിയാശേഷി കാണിക്കാൻ ഒരു പെൺകുഞ്ഞിന് സാധിച്ചു എന്നുള്ളത് എത്രമാത്രം ശാക്തീകരണത്തിനാണ് ഈ ശാക്തയ ഉപാസന എന്ന് നാം ചിന്തിക്കണം. കേവലം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി എന്ന് ചിന്തിച്ച് വായിച്ചാൽ പോരാ. പ്രിയമുള്ള ഭക്തജനങ്ങളെ,
ഈ പുരുഷനും സ്ത്രീയും ഒരേ ശരീരത്തിൽ, അത് ജ്യോതിഷത്തിലുണ്ട്. പെണ്ണിലാണ്, പെണ്ണിൽ പെണ്ണ്, സ്ത്രീ നക്ഷത്രത്തിന് അതിൽ തന്നെയുണ്ട് അല്ലേ? അങ്ങനെ നോക്കിയാൽ എല്ലാവരിലും ഈ സ്ത്രീയും പുരുഷനും ഉണ്ട്. ആ സ്ത്രീയാണ് ഗുരുനാഥൻ പറഞ്ഞ ആ ശക്തിയാണ്, ആ പവർഫുൾ ആയിട്ടുള്ള ആക്ഷൻ എടുക്കാൻ പറ്റുന്ന തലത്തിലെത്തുന്ന ആ ശക്തിയെയാണ് അദ്ദേഹം ഉദ്ധരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ ഒപ്പം കയറിയിരുന്ന് നിങ്ങൾ അരിവയ്ക്ക്, ഞാൻ കലം തേക്കാം, ഞാൻ കിടക്ക മുട്ടാം, നിങ്ങൾ തൂത്തുവാര് എന്ന് പറയുന്ന ഇക്വാളിറ്റി അല്ല. മറിച്ച് എവിടെയാണ് സമത്വം? എവിടെയാണ് ശിവാംഗന, ശിവാംഗസ്ഥ, ശിവാ സ്വാധീന വല്ലഭ? ഒരു വല്ലഭനെ തൻ്റെ കരവലയത്തിൽ എങ്ങനെയാണ് കുടുംബിനിക്ക് ആക്കി തീർക്കാൻ, ഒരു കുടുംബത്തെ സൃഷ്ടിക്കാൻ പറ്റുക? തൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി മക്കളെയും ഭർത്താവിനെയും കുടുംബത്തെയും നേർവഴിയിൽ നയിക്കാൻ പ്രാപ്തമാക്കുന്ന വകതിരിവുള്ളവരാക്കി തീർക്കുക. കുടുംബശ്രീയൊക്കെ പറയുന്ന വകതിരിവ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വക തിരിച്ച് ചെലവ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ആ വകതിരിവുള്ള, അതാണ് നമ്മുടെ സാധനാ സമ്പ്രദായം, അതാണ് നമ്മുടെ ശാക്തേയ സമ്പ്രദായം, അതാണ് ഉപാസനാ സമ്പ്രദായം. ഇത് ഗുരുനാഥൻ പറയുന്നു. ഓരോ കവികളിലും ഓരോ ഋഷികളിലും അവരുടെ ബാലഭാവതി ശക്തി ഉണർന്നു വരുമ്പോഴാണ് ബാലാസുബ്രഹ്മണ്യ സ്തോത്രം എഴുതിയ ആശാന്റെ, കുമാരനാശാനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാല ഉദ്ധരിക്കുക, അദ്ദേഹത്തിന് ബാല ഉണർന്നപ്പോഴാണ് അത്ര ശക്തി ഉണർന്നപ്പോഴാണ് അത്ര കവിത്വം പുറത്തേക്ക് വന്നത്. ഈ കവിത്വമൊക്കെ വരുന്ന പ്രഥമകൂടം ഉണരുമ്പോഴാണ്. ആ കവിത്വത്തെ സൃഷ്ടിക്കുന്നത് പറഞ്ഞല്ലോ, അക്ഷരങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനമെന്ന്. ഈ 51 അക്ഷരങ്ങളെയും പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ആ ബാല മുതൽ ഈ പ്രപഞ്ച ഊർജത്തിൻ്റെ സമാനതകൾ മറ്റൊന്നില്ലാത്ത ശിവത്വത്തെ ശിവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ബോധമാണ്. അതിനെ ആ ബോധത്തെ, അൺകണ്ടീഷൻ ആയിരിക്കുന്ന ബോധത്തെ കണ്ടീഷൻഡായിട്ട് പ്രവർത്തിപ്പിക്കണമെങ്കിൽ, അതിനെ ചലിപ്പിക്കണമെങ്കിൽ ഈ ശക്തി വേണം. ഈ ശക്തിയോട് ചേർന്നാൽ മാത്രമേ ശിവശക്തിയുക്തോ യതി ഭവതി ശക്ത പ്രഭവിതും നജേ ദേവം ദേവോ ന ഖലു ശലസ്പന്ദിതുമപി അധസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യപ്രഭവതി. അമ്മേ രാജരാജേശ്വരി, ആ അമ്മ, അതായത് എപ്പോഴും എന്തിനും ഒരു ശക്തി ഉണരണം. എന്താണ് ശക്തി? ഇവിടെ എനിക്ക് ഇരിക്കാനൊരു ശക്തി. അദ്ദേഹത്തിന് ഇവിടെ വന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, ചെറിയൊരു അപകടം പറ്റിയിട്ട് പോലും വാശി പിടിക്കുന്ന ആ വാശി, ആ ശക്തിയാണ് അദ്ദേഹത്തെ കൊണ്ട് ഇവിടെ വരെ സഞ്ചരിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ 10 ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒത്തു പ്രവർത്തിപ്പിക്കാനും കഴിയിക്കുന്ന ആ ഊർജത്തെ കൊടുത്ത ആദ്യ പ്രണാമം അദ്ദേഹത്തിൻ്റെ മാതാവിന് കൊടുക്കുന്നു. ആദ്യത്തെ മുലപ്പാൽ കൊടുത്ത കൊളസ്ട്രത്തിന്റെ പവർ കൊടുത്ത ആ അമ്മയ്ക്ക് കൊടുക്കുന്നു ആദ്യ പ്രണാമം. ആദ്യ കോശത്തെ നൽകിയ പിതാവിന് കൊടുക്കുന്നു പ്രണാമം. ഇങ്ങനെ കുടുംബ സങ്കല്പത്തെ ശാക്തീകരിക്കുന്ന സാധനാ സമ്പ്രദായം, അതിലേറ്റവും മഹത്തായിരിക്കുന്ന ഈ പഞ്ചായതന ഈ സിസ്റ്റത്തിൽ ദേവിയുടെ ശക്തിയുടെ കേന്ദ്രത്തെ ബിന്ദുവിനെ ആരാധിക്കുമ്പോൾ ബിന്ദുവിനെ നടുക്ക് വെച്ചുകൊണ്ട്, കണ്ടില്ലേ നിങ്ങളെ, ഷൺമതങ്ങളെയും സമന്വയിപ്പിച്ച് ഈ ലോകത്തെ മുഴുവനും കേന്ദ്രീകരിച്ച് ഇരിക്കുന്ന ശക്തി സ്വരൂപിണിയുടെ ഈ സാധനാ കേന്ദ്രത്തിൽ വരാൻ പറ്റിയത് മഹാഭാഗ്യം. പിന്നെ ഗുരുനാഥനെ പറ്റി ഗുരുനാഥൻ പറയുന്നത് എന്താണ്? സ്ത്രീകൾ എപ്പോഴാണോ ഒരു കുടുംബത്തിൽ സാധന അനുഷ്ഠാനം പന്താവ് വെടിയുന്നത്, ഒരു സ്ത്രീ എപ്പോഴാണോ രാത്രി പുലർന്നിട്ടും കിടന്നുറങ്ങുന്നത്, കൃത്യമായ സന്ധ്യാവന്ദനാദി ഒന്നും ജപവും തപസ്സും ഇല്ലെങ്കിൽ ആ വീട് എത്രമാത്രം, ഇനി പുരുഷൻ, അതായത് പുരുഷൻ എന്ന് പറയുന്ന ഇതല്ല പറയുന്നത്, അവിടെ അടിച്ചുവാരും പുരുഷനൊക്കെ ചെയ്യൂല എന്നല്ല, അവിടെ സ്ത്രീ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ ചേട്ട, അതായത് ഇരിക്കാൻ ഇരിപ്പിടം കൊടുത്തിരിക്കുന്നത് ആരാണ് കൊടുത്തത്? ആ പാലാഴി വന്ന സമയത്ത് പൊങ്ങി വന്ന ജ്യേഷ്ഠാ ഭഗവതിക്ക് ഇരിക്കാൻ ഇടം കൊടുത്തത് ഇത്തരം ആൾക്കാരുള്ള വീടുകളിലാണ്. അവിടെ സ്ത്രീക്ക് ഐശ്വര്യവത്താണെങ്കിൽ ആ അഗ്നിയുടെ, ശരിക്കും അഗ്നിഹോത്രം തുടങ്ങുന്ന അടുക്കളയിലെ അടുപ്പ് മുതൽ അഗ്നി ജ്വലിക്കണം. ആ അടുക്കളയിൽ നിന്ന് ജ്വലിച്ചു വരുന്ന അഗ്നിയിൽ പാകം ചെയ്ത് അമ്മയുടെ തപസ്സിൽ നിന്ന് ഉണർന്നു വരുന്ന ആ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ മുതൽ അമ്മ ചൂടേറ്റുകൊണ്ട്, അമ്മയുടെ താപം കിട്ടിക്കൊണ്ട്, അമ്മ സദാ എപ്പോഴും ഇന്ന് എനർജറ്റിക്കായിട്ട് കർമ്മനിരതയായിട്ട് വിശ്രമമില്ലാതെ ഓടുന്ന അമ്മയിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വരുന്നതിന് കത്തുന്ന, നിങ്ങളുണ്ടല്ലേ വയറി പിന്നെ ഇങ്ങനെ ഷോർട്ട് ചെയ്യുമ്പോൾ വെൽഡിങ് റാഡ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആക്ഷനിൽ വരുമ്പോൾ, അത് ഗുരുനാഥൻ, ജയ ഗുരുദേവ്,
ഗുരുനാഥൻ്റെ ഉദാഹരണം കയറി വരുന്നു. ഇങ്ങനെ തൊടുമ്പോൾ ആ അഗ്നി വരുന്നത് പോലെ അതിന് അഗ്നിയുടെ സ്വഭാവം തെറിച്ചു വരും, ശക്തിമാനായി പുറത്തു വരും. അല്ലാത്തവരോ ചത്തേ ചാരിയെ മോയന്തേ. ഇപ്പം എവിടെ പോയാലും അമ്മമാർ ചോദിക്കും, എൻ്റെ അമ്മ എന്താ നമ്മുടെ പുതിയ തലമുറ ഇങ്ങനെ വഴിതെറ്റുന്നു ഇവിടെ ഇല്ലേ? നമുക്ക് തോന്നണില്ലേ? ഇല്ലേ? ഇളം തലമുറയ്ക്ക് വഴിതെറ്റുന്നു. അയ്യോ, കൈയൊക്കെ മടക്കി വെച്ചോ? തോന്നണുണ്ടോ? കൈവെക്കൂ. തോന്നുന്നവരുന്ന് കൈവെക്കൂ. ഇല്ലേ? എന്തുകൊണ്ട് വഴിതെറ്റുന്നു? ആർക്ക് പറയാം? ഈശ്വരൻ പറഞ്ഞു വെച്ചു, കാരണമൊക്കെ പറഞ്ഞു വെച്ചു. എന്തുകൊണ്ട് വഴിതെറ്റുന്നു? വഴികാട്ടികളില്ല. ഞങ്ങളിവിടെ വന്നപ്പോൾ വഴി തെറ്റാതിരുന്നത് ഗൂഗിളമായി മാത്രം നോക്കിയിട്ടല്ല, ഇടയ്ക്കുള്ളവർ നിർത്തി ചോദിക്കുകയും കൂടി ചെയ്തു. കാരണം നല്ല ഗൂഗിള് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഏറ്റവും നല്ലത് തന്നെ. എന്നാൽ പോലും വഴി ഏറ്റവും എളുപ്പം നോക്കുമ്പോൾ ചിലപ്പോൾ പാടത്തൂടിയൊക്കെ കയറി കൊള്ളാൻ പറയും, വയലിൽ കൂടിയൊക്കെ പറ്റുമോ? അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ വഴികാട്ടിയായിട്ട് പല തരത്തിലും പല സ്റ്റോപ്പിലും ഞങ്ങൾക്ക് ഗുരുനാഥന്മാരുണ്ടായിരുന്നു, യഥാർത്ഥ വഴികാട്ടികൾ. ജസ്റ്റ് ഒരു മീൻ കച്ചവടക്കാരൻ ഈ പാടം കഴിഞ്ഞ് ഇടത്തോട്ട് കാണുന്ന പാടത്ത് അത് കഴിഞ്ഞാൽ ആ വരമ്പ് അവിടെയാണ്. അപ്പോൾ നോക്കൂ, അദ്ദേഹത്തിന് വലിയ PhD ഒന്നുമില്ല, ഡോക്ടറൊന്നുമല്ല. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഒരു വഴികാട്ടി, താൻ അനുഭവിച്ച പാതയെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നത്. ആദ്യത്തെ വഴികാട്ടിയാവേണ്ടത് ആരാണ്? ഉറക്കെ പറയണം, അമ്മയായിരിക്കണം. ആദ്യത്തെ വഴികാട്ടി അമ്മയായിരിക്കണം. ആ വഴികാട്ടി ഇന്ന് എവിടെ കിടക്കുന്നു? ഈ വഴികാട്ടികൾക്കൊന്നും സമയമില്ലേ? അതാണ് എന്തുകൊണ്ട് അവരെ സൃഷ്ടിച്ചത്, അവര് കിടന്നത് എവിടെയായിരുന്നു? അവരെ എവിടെ വെച്ചാൽ നമ്മൾ പഠിപ്പിക്കുന്നത്? അവരുടെ മാതാപിതാക്കളുടെ ബീജവും അണ്ടവും കൂടി ചേർന്ന് ഈ ഗർഭത്തിന്റെ ഈ 10 മാസം 10 ചാന്ദ്രമാസം 270-280 ദിവസങ്ങൾ അടക്കി പിടിക്കാമെങ്കിൽ മുഖ്യമന്ത്രി VD സതീശനായാലും EK നായനാരായാലും EMS നമ്പൂതിരി ആയാലും മോദിജി ആയാലും ഏത് അവനോ അവളോ ഇതിനെ എല്ലാവരും എൻ്റെ ജോലി തടയാൻ വരുമല്ലോ. പണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്കൊരു കേസൊക്കെ എടുത്തു കളഞ്ഞു. ഞാൻ അവരുടെ അമ്മയ്ക്ക് വിളിച്ചു, അതിൻ്റെ ഭാഷ മനസ്സിലായില്ല. ഇവർക്കൊക്കെ അമ്മയില്ലേ? ഇല്ലേ? അമ്മയില്ലാണ്ടാവുന്നത് ഇങ്ങനെ ഠക്കെന്ന് പറഞ്ഞിങ്ങനെ അവതരിച്ചതാ? അല്ല. ഇവരൊക്കെ ഇങ്ങനെ കുവാ കരഞ്ഞിട്ട് അമ്മ ഇങ്ങനെ പിടിക്കും. എന്നിട്ട് ഈ കൈ കൊണ്ട് ഇളക്കുണ്ടാവും. അനങ്ങല മോനെ, അച്ഛനിപ്പോൾ വരാനായി ചോറ് കൊടുക്കും. കൃഷ്ണ ഹരേ കൃഷ്ണ. നല്ലത് പറഞ്ഞവരുടെ മക്കൾ നല്ലതായി വന്നു, ചീത്ത പറഞ്ഞവരുടെ മക്കളൊക്കെ ചീത്തയായി പോണു. ശരിയല്ലേ? ഏതൊന്നാണോ ഭാവയതേ തദ്ഭവതി. ഭാവിച്ചത് എന്താണോ അത് സംഭവിക്കും. ആ ഭാവനയാണ് ഈ ആദ്യത്തെ ചാന്ദ്രമാസങ്ങൾ. വെറുതെ അല്ല. 27, 270. പിന്നെയുള്ളത് ആരെന്നറിയോ? ഗോമാതാവിനെ എന്താ നിങ്ങൾക്ക് തിന്നുകൂടാത്തതെന്ന് ചോദിക്കും. ഇത്രമാത്രം മനുഷ്യന് തുല്യമായിട്ട് ശുദ്ധമായിട്ടുള്ള ഭക്ഷണവും ശുദ്ധമായ ജീവിത രീതിയും വേറെ ആർക്കുള്ളത്? ആ പശുവമ്മയെ പോലെ അല്ലാതെ. ആ അമ്മയും ഇത്രയും ദിവസം കൂടിയിട്ടാണ് പ്രസവിക്കുക, അല്ലേ? ആ പ്രസവത്തിന് പ്രത്യേകം നോക്കൂ നിങ്ങൾ. ഇങ്ങനെ ജനിക്കുന്ന കുട്ടി പുറത്ത് വന്ന് അതിനെ ഇതൊക്കെ ഉടുപ്പിടിച്ചതും പൊട്ടുപിടിച്ചതും പഠിപ്പിച്ചതും ഒക്കെ. പിന്നെന്തേ നമ്മൾ പറഞ്ഞ് കേൾക്കാത്തത്? അല്ല, ഇത് അന്നത്തെ കാലം. ഹസ്തരേഖ എന്ന് പറഞ്ഞ ശാസ്ത്ര ബുക്കില്, സാമുദ്രികം എന്ന് പറഞ്ഞ പുസ്തകത്തിലെ ലക്ഷണശാസ്ത്രത്തെ അനുസരിച്ചൊക്കെ പറഞ്ഞാൽ ഇതിനൊരു പ്രമാണമുണ്ട്. 10 വയസ്സ് ആയ കുട്ടി 100, അതായത് ആദ്യത്തെ 10 വയസ്സിനെ ഒരു മാസമാണ്. 1-ാം മാസം 10 വയസ്സ് വരെ കാണിക്കും. 1-ാം മാസത്തിൽ എന്തൊരു ശ്രദ്ധയാണ് ഇവിടുത്തെ അമ്മമാർക്ക് തൻ്റെ കുഞ്ഞിനെ പറ്റി. ഭയങ്കര ശ്രദ്ധയാണ്. 30 വയസ്സ് വരെ നിങ്ങൾ എന്തോ ശ്രദ്ധിക്കുന്നത്. 3-ാം മാസം അവിടെ ശ്രദ്ധിക്കാനാണ് നേരത്തെ മാധവജി മുന്നോട്ട് വെച്ച ഷോഡശ സംസ്കാര ക്രിയകളുടെ വക്താക്കളായിട്ട് ഇന്ന് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ ഈ സന്ദീപനി പോലെ തന്നെ കോഴിക്കോട് 10-32 വർഷം മുമ്പ് കഠിനാധ്വാനത്തിലൂടെ പലരോടും മല്ലടിച്ച് പഠിപ്പിക്കാൻ പറ്റൂല, മറ്റവരെ പഠിപ്പിച്ചു, ഇവനെ പഠിപ്പിച്ച് കുറ്റമൊക്കെ കേട്ട് എല്ലാവരുടെയും ശകാരങ്ങളൊക്കെ ഏറ്റുവാങ്ങി ഇന്നത്തെ നിലയിൽ എല്ലാവരും പഠിപ്പിച്ചു തുടങ്ങി. മനസ്സിലായില്ലേ? അതിനകത്തെ ആണ് വിവാഹം. ആ വിവാഹക്രിയ മുതൽ സംസ്കാരം തുടങ്ങി. ആ വിവാഹം മുതൽ അച്ഛനമ്മമാരെങ്ങനെ പരിചരിക്കപ്പെടണം, വധുവിനെയും വരനെയും എങ്ങനെ തയ്യാറാക്കണം, അവരെങ്ങനെ ശാന്തി മുഹൂർത്തം കുറിച്ച് എങ്ങനെ ബന്ധപ്പെടണം, അവർക്കുണ്ടാകേണ്ട കുട്ടി ചൊവ്വ വേണോ, വെള്ളി വേണോ, കറുത്തവാവ് വേണോ, വെളുത്തവാവ് വേണോ, ഏത് ദിനം വേണം, ഇങ്ങനെയെല്ലാം ഭയങ്കര ശാസ്ത്രീയമായിട്ട് ആയുർവേദം എല്ലാ ശാസ്ത്രങ്ങളും വെച്ചുകൊണ്ടാണ് ക്രമപ്പെടുത്തുന്നത്. ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ എടുക്കുന്ന മക്കൾക്ക് നിർവഹണത്തിൽ നമുക്ക് ഈ അറിവൊന്നും ഇല്ലെങ്കിലും
ആചാര്യൻ ജപിച്ചു തരുന്ന ആ നെയ്യിലൂടെ, അല്ലെങ്കിൽ ആ കലശ ജലത്തിലൂടെ, അതല്ലെങ്കിൽ ഓതുന്ന മന്ത്രങ്ങളിലൂടെ, അല്ലെങ്കിൽ ചെയ്യുന്ന ക്രിയകളിലെ ദീപ ദർശനത്തിലൂടെ, അല്ലെങ്കിൽ സ്പർശനത്തിലൂടെ, ഇല്ലെങ്കിൽ ശ്രവ്യമാനം, അത് 10 ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടി 10 മാസം കൊണ്ട് കുഞ്ഞ് ആർജിക്കുന്ന സ്വഭാവമാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹമാക്കിയത്, എന്നെ ഞാനാക്കിയത്, ഇദ്ദേഹത്തെ ഇദ്ദേഹം, നിങ്ങളായതും. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് വടിയൊടിച്ച് ആദ്യം ആരെ തല്ലണം അമ്മമാരെ? മിടുക്ക. അപ്പോൾ നിങ്ങൾക്ക് കടി കിട്ടണം. കാരണം എന്താ അറിയോ, അവരൊന്നും അമ്മയല്ലല്ലോ. അതുകൊണ്ടാട്ടോ പറഞ്ഞു, ഒന്നും വിചാരിക്കണ്ട. അപ്പം എന്താ ഞാനിത് പറഞ്ഞുകൊണ്ട് വന്നത്? നമുക്കിവിടെ രൂപത്തിലും ഭാവത്തിലും കാണുന്ന സ്ത്രീ പുരുഷ വ്യത്യാസമല്ല, മറിച്ച് 2 പേർക്കും ചുമതല കൊടുത്തിട്ടുണ്ട്. മറ്റൊരു കഥയിലും നോക്കണ്ട, രാമായണത്തിലേക്ക് നോക്കാൻ. ഗുരുനാഥൻ പറഞ്ഞു, രാമായണത്തില് വിശ്വാമിത്രൻ വന്ന് രാജകുമാരന്മാരെയാണ് വിളിക്കണേ. എങ്ങോട്ട്? ഇപ്പൊ ഏത് സ്കൂളിലേക്ക്? കൊടുങ്കാട്ടിലേക്ക്. പൊന്നിന്റെ മെതിയുടെ കൂരി അവിടെ ഇടിയിച്ച് നല്ല കുപ്പായ കഴിപ്പിച്ച് വെച്ച് ഇപ്പം എങ്ങനെയാ സൂട്ടും ബൂട്ടും വെണ്ണയും കുഴച്ച് ഉരുട്ടിയിട്ട് പിന്നെ ദം ബിരിയാണിയും ഇതൊക്കെ ഇങ്ങനെ വച്ചേക്കാണ് മറ്റേ മോർച്ചറിയിൽ. അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് രാവിലെ ചൂടാക്കിയിട്ടാണ് ഇതുങ്ങളെയൊക്കെ തീറ്റണേ. അങ്ങനെ ബ്രോയിലർ കോഴിയാക്കിയിട്ട് പപ്പന്ന് വിളിച്ചാൽ അത് കേൾക്കൂല അല്ലേ? ഇപ്പൊ ഇംഗ്ലീഷിലൊക്കെ വിളിക്കണം അവർക്ക്, എന്നാലേ കുട്ടികൾ കേൾക്കുള്ളൂ. ഈ മക്കളെ നമ്മൾ ശരിക്കും വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഈ സംസ്കാര ക്രിയകൾ വച്ചത് മറ്റൊന്നിനല്ല. ഗുരുനാഥൻ പറയുകയാണ്, അവരെ ശരിയായ വണ്ണം പഠിപ്പിക്കുകയാണെങ്കിൽ, ശരിയായിട്ട് അവർക്ക് ജന്മം കൊടുക്കുകയാണെങ്കിൽ, അവരെ നേരെ നമുക്ക് ഉദ്ധരിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നോക്കൂ, ഇപ്പോഴും നിങ്ങൾക്കറിയുമോ ശ്രീധന്യ അറിയില്ലേ? കളക്ടർ IAS കിട്ടി വന്ന ശ്രീധന്യ അറിയില്ലേ? ആദിവാസി ഊരിൽ നിന്ന് നമ്മളെന്താ വിചാരിക്കുക, വിവരമില്ലാത്തവരുന്ന? അല്ലല്ല, അവർക്കുള്ളത്ര അനുഷ്ഠാനങ്ങള് ആചാരങ്ങള് പാലിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് എന്ത് വിദ്യാഭ്യാസമായിട്ടാണ് കോഴിക്കോട് കളക്ടറേറ്റിൽ വന്നിരുന്നു ശ്രീധന്യ. അഭിമാനത്തോടെ സ്നേഹത്തോടെ ആശീർവദിക്കുകയാണ്. ആ കുട്ടി നന്നായി വരും. കാരണം എന്താ? ആ സമൂഹത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടു വന്നു. കേട്ടുകേൾവികൾ, ആ അമ്മയുടെ കഴിവിനെ, ആ അമ്മ എങ്ങനെ ജന്മം കൊടുത്തേ. അപ്പൊ പ്രിയമുള്ള അമ്മമാരെ, ഗുരുനാഥൻ പറയുകയാണ്, സംസ്കാരക്രിയകൾ ആചരണമാണ് ഒരു സംസ്കാരത്തിൻ്റെ, ഒരു മതത്തിൻ്റെ ഊന്നുവടി. ശരിയായിട്ട് അതിനെ പിടിച്ചു നിർത്തേണ്ടത് ആചരണമാണ്. യദ്യത് ആചരണി ശ്രേഷ്ഠ തത് ദേവേതരോചന. അതായത് ഒരാൾ ചെയ്യണ കണ്ടാണ് മറ്റൊരാൾ ചെയ്യുക. അങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് 1985 ഇദ്ദേഹത്തോടൊപ്പം, എനിക്ക് അതിൻ്റെ സാക്ഷ്യം വഹിച്ച കുട്ടിയൊക്കെ എൻ്റെ മുന്നിലിരിക്കുക. എൻ്റെ ഹേമക്കുട്ടിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എങ്ങനെയാണ്, എത്ര സന്തോഷത്തോടെയാണ് പിടിച്ച ഈ വിവാഹം വിചാരിച്ച് നടന്നവരൊന്നും അല്ല. നമ്മളൊക്കെ ജപവും തപസ്സും ഒക്കെ നടക്കുന്ന കാലത്ത് ഇദ്ദേഹത്തിന് വിവാഹം എന്ന ഷോഡ സംസ്കാരത്തിൽ ആദ്യത്തെ സംസ്കാരം ചെയ്യിച്ചാണ് ഇങ്ങനെ വിട്ടെ. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾക്ക് എന്താണ് ഉദ്ദേശം? ഞാനിന്ന് സന്തോഷിക്കുന്നത് അങ്ങനെ ഒരു ദമ്പതി ആവാൻ, പൂർണ്ണ ദീക്ഷിതരായിട്ട് വിവാഹം കഴിഞ്ഞ് ഒരു കുടുംബമായിട്ട് ഞങ്ങൾക്കൊരു പുത്രനുണ്ട്. പുത്രൻ്റെതായ ലോകത്ത് മനോരമ ദിനപത്രത്തിൻ്റെ ചീഫ് റിപ്പോർട്ടിംഗ് ആയിട്ട് ഇരിക്കുന്നു. വായനയും എഴുത്തുമൊക്കെ ആയി പോകുന്നു. അവന് കുട്ടിയുണ്ട്, അവന് സംസ്കാരക്രിയകൾ ചെയ്യിച്ചു. നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത്, അവരൊരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന ആചാര്യനായോ? അങ്ങനെയല്ല. ഏറ്റെടുക്കുന്ന പ്രവൃത്തിയിൽ അവരുടെ എങ്ങനെയുണ്ട് പൂർണ്ണത. ആ പൂർണ്ണതയിലേക്ക് എത്തിക്കണമെങ്കിൽ പ്രിയമുള്ള അമ്മമാരെ, നമുക്ക് സ്വയം ഏറ്റെടുക്കാം. നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ സംരക്ഷണം നമ്മുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കണം. ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമുക്കാണ് ചെയ്യാൻ പറ്റൂ. നമുക്കുള്ളത്ര ഭിന്നമായ ഒരു ഭിന്നതക്കൊരുമില്ല, ശേഷിയില്ല. എല്ലാ കഴിവുകളും പൂർണ്ണമാക്കിയിട്ട് മാത്രമേ, ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, മാമൈവാംശോ ജീവലോകെ. അർജുന, ഞാനില്ലാതെ നീയില്ല, നീ തന്നെയാണ് ഞാൻ, അല്ലേ? ആ ഭഗവാന്റെ സൃഷ്ടി എല്ലാവരും പൂർണ്ണരാണ്. അതിൽ വിരലിന് നീളം കുളഞ്ഞു ഒരു കാലം, അതല്ല ഞാൻ ആണോ? അല്ല. ഈ ശരീരമല്ല ഞാൻ. അതിനപ്പുറത്തേക്ക് ആനന്ദാവസ്ഥയിലിരിക്കുന്ന, ആ ബ്രഹ്മസ്വരൂപത്തിലിരിക്കുന്ന ഒരാത്മസ്വരൂപന് എന്ത് ഭിന്നത! ഇങ്ങനെ കാണേണ്ട നമ്മൾ പോലും ഭിന്നമായി കാണുന്ന ഈ ലോകം കാണാൻ പാടില്ല. അവരെ നമ്മളെങ്ങനെ വേണം? ഈ വാക്കേ പറയാൻ പാടില്ല. കാരണം എന്താണ്? പറഞ്ഞാൽ ഭിന്നത വന്നു പോകും. ബ്രാഹ്മണൻ അബ്രാഹ്മണൻ എന്ന് പറയാനേ പാടില്ല. വിദ്യാപീഠത്തിൽ ചേരുന്ന കുട്ടികളെ അവിടെ ചേർന്നാൽ പിന്നെ ജാതി പറയില്ല, ആരും ചോദ്യം ചെയ്യണ്ട. അവർ ബ്രാഹ്മണരായ പിന്നെ ബ്രാഹ്മണരായി കഴിഞ്ഞു, പിന്നെ പറഞ്ഞ ജാതി പറയായില്ലേ? ഇല്ലേ? പറയാൻ പാടില്ല. ഇതാണ് നമ്മളൊന്നായി അതുപോലെ ആചരിക്കാൻ പഠിക്കണം.
നൂലിങ്ങനെ ഇട്ട് തന്നെ അത് ഇട്ടാൽ പിന്നെ അതിൻ്റെ ആചരണം വേണം. കൃത്യമായിട്ട് ബ്രാഹ്മേ മുഹൂർത്തേജോത്ഥായ നിഷണ്ണ ശയനേ നിജേ വേണ്ടേ? രാവിലെ ഉണർന്നിട്ട് ചെയ്യേണ്ട സന്ധ്യാവന കുളിയും ആചമനവും ചെയ്ത് ഈ ശ്രീകോവിൽ തുറന്ന് ഇതിന് വേണ്ട ആചരണമൊക്കെ ചെയ്തിരിക്കണം. ഇതൊരു അമ്പലമാണ്. ശരീരം ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലെ പൂജയാണ് ഈ പൂജ. ഈ ജഡവസ്തുക്കളൊന്നുമല്ല. ഈ ജീവസ്വരൂപത്തിനെ ആ പരമാത്മസ്വരൂപം തന്ത്രി അവിടെ നിറച്ചു വയ്ക്കുന്നു. ഇത് നമ്മൾ ക്ഷേത്രസങ്കല്പം പഠിക്കണം. ക്ഷേത്ര ചൈതന്യ രഹസ്യം വെറുതെ വായിച്ചു പോയാൽ പോരാ. ആ ക്ഷേത്ര സങ്കല്പം എന്ന വിഷയം പറയാൻ പഠിപ്പിച്ചത്, ഇങ്ങനെ ആക്കാൻ പഠിപ്പിച്ചത്, അനേക ദിവസം മുന്നിലിരുത്തി പിന്നിൽ നിന്ന് വടികൊണ്ട് കുത്തി കുത്തി പഠിപ്പിച്ചു തന്ന ഗുരുനാഥൻ ഇത് പറയാൻ പഠിപ്പിച്ചതാ. അപ്പോൾ പ്രിയമുള്ളവരെ, ഷോഡശ സംസ്കാര ക്രിയകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത ഇന്ന് ഞങ്ങൾ അനുഭവത്തിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മമാർ പറയുന്ന കുട്ടികൾ കേൾക്കൂല. കാരണം എന്താ? വൈഖരിയിൽ എത്തിപ്പോയി ഒരു വസ്തു. പരയിലിരിക്കുന്ന വസ്തു വൈഖരിയായി കഴിഞ്ഞ് തിരിച്ചെടുക്കാൻ പറ്റുമോ വാക്കിനെ? പരയിൽ നിന്ന് പുറപ്പെടുന്നത് തൊട്ട് ശുദ്ധീകരിക്കണം. മനസ്സിലായോ? മനസ്സിലായോ? നിങ്ങൾക്ക് ഇപ്പോൾ ഊണ് കഴിക്കാനായി എന്ന് തോന്നിപ്പിച്ചാൽ ആ തോന്നൽ വന്നത് എവിടെ നിന്നാണ്? അവിടെ തൊട്ട് വേണം സംസ്കാരക്രിയകൾ. അപ്പോൾ ചിന്തയ്ക്ക് അതിക്കും അപ്പുറം ഇരുന്നുകൊണ്ട് ധ്യാനാവസ്ഥ മുതൽ നല്ലവണ്ണം മെഡിറ്റേഷൻ എടുത്ത് ശരീരവും മനസ്സും ശുദ്ധീകരിച്ച് അതിനുശേഷം നമ്മുടെ ശരീരം തയ്യാറാവണം, നമ്മുടെ മനസ്സ് തയ്യാറാവണം. 10 ഇന്ദ്രിയങ്ങളും ഒത്ത മനസ്സും ഏകാഗ്രമാക്കി ഒന്ന് ശ്രമം ചെയ്ത നേരം ദൈവം നന്നായി സഹായിച്ചു പൂർണ്ണമാക്കും. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം എല്ലാ മയക്കുമരുന്നും എല്ലാ കഞ്ചാവൊക്കെ നിർത്താൻ നമുക്ക് കഴിയും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഗുരുനാഥനിവിടെ വച്ചു പോയിട്ടുണ്ട്. അതുപോലെ ഇനിയും ഗുരുനാഥന്മാരിലൂടെ ഇത് ഒഴുകും. കാരണം ഗുരു എന്ന് പറഞ്ഞാൽ ഒരു ഒഴുക്കാണിത്. അത് ആ സമയത്ത് ഇറങ്ങി കുളിച്ചത് ഇപ്പോൾ ആ ഗുരുവിലാണ്, അടുത്ത ഗുരുവിലാണ്. ഇതൊരു സഭയിൽ ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അതാണല്ലോ ദത്താത്രേയ അവതാരത്തിൽ പറഞ്ഞിരിക്കുന്നത്. ലിമിറ്റില്ല അതിന്. ഇവിടെ കുളിച്ച വെള്ളം വേറെ വെള്ളം, പിന്നെ പോയി. പക്ഷെ വെള്ളമെല്ലാം ഒന്ന് തന്നെ അല്ലേ? ഇത് തന്നെ മേലോട്ട് പോകുന്നു, അത് തന്നെ താഴോട്ട് വരുന്നു. അപ്പോൾ സ്വസ്തി എല്ലാവരോടും എൻ്റെ ഗുരുനാഥൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ഒത്തുചേരലും ഇവിടെ കൊണ്ടുവരാൻ പറ്റിയ എൻ്റെ ആദർശമോൻ, അതുപോലെ മറ്റു മക്കളെ എല്ലാവർക്കും സന്തോഷമായിട്ട് ഒരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ ജീവിതം കൃത്യമായിട്ട് ആരും മുതൽ കിടന്ന് ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉറങ്ങരുത്. പറയുന്ന ഞാൻ എന്ത് വയ്യെങ്കിലും ചോദിക്കാം. 3:10 ഉണരുന്ന സ്വഭാവമുള്ള എനിക്ക് കഠിനമായ ജോലികൾ 11 മണി വരെ ജോലി ചെയ്ത് ഉറങ്ങി 5:30 മണിക്ക് ട്രെയിൻ, 6:32 ട്രെയിന് ഒറ്റപ്പാലത്ത് വന്ന് 8:40 വീഡിയോയുടെ സീറ്റിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയായിട്ട് 452ഓളം ലീവുകൾ സറണ്ടർ അങ്ങോട്ട് സർക്കാരിന് കൊടുത്തുകൊണ്ട് ആരോടും കിമ്പളം പറ്റാതെ എല്ലാവരോടും സ്നേഹത്തോടു കൂടി പിരിഞ്ഞു പോകാൻ പറ്റിയ എൻ്റെ ഒറ്റപ്പാലത്തെ മക്കളെന്ന് പറഞ്ഞാൽ അത്ര സ്നേഹമുള്ളവരാണ്. ഇപ്പോൾ ചെനക്കത്തൂർ എനിക്ക് എവിടെ പോയാലും ഭക്ഷണം ഉണ്ട് കേട്ടോ. ഒരുപാട് മക്കളുള്ള സ്ഥലമാണ്. ഞാൻ സ്നേഹിക്കുന്നു. കാരണം എൻ്റെ ഒറിജിൻ ഈ പാലക്കാടിൻ്റെ മണ്ണാണ് എന്നുള്ള ഒരു ചരിത്രം എനിക്ക് കുലദേവതയിലുണ്ട്. അതുകൊണ്ടാണ് ഈ മണ്ണിൽ വരുമ്പോൾ എൻ്റെ വീട്ടിൽ പോയുള്ള സുഖമാണ്, സന്തോഷമാണ്. ആ നന്ദികേശ്വരനെ കാണുമ്പോൾ സന്തോഷമാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ആനന്ദകരമാണ് ഇവിടെ വന്നത്. എല്ലാവരോടും നിങ്ങൾക്കും ആനന്ദം കിട്ടട്ടെ. എല്ലാവരും ചിരിച്ച് സന്തോഷമായിരിക്കണുണ്ട്. പിന്നെ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത് എൻ്റെ അമ്മമാരിവിടെ ഇരുന്നില്ലേ. ശരിക്കും പറയുകയാണ്, യാദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ. ആഹാ, അമ്മയുടെ ഭാവത്തെ പൂർണ്ണമായി ചൊല്ലുന്നത് കേട്ടുകൊണ്ട് 5-ാമത്തെ അധ്യായം വരെ അല്ലേ, 5-ാം അധ്യായം വരെ ഞാൻ ശ്രദ്ധിച്ചു. എവിടെയാണെങ്കിലും ശ്രദ്ധിച്ചു. അത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റി. നല്ല പ്രൊനൗൺസിയേഷൻ നന്നായിട്ട് ചൊല്ലിയിട്ടുണ്ട്. പഠിപ്പിച്ചവർക്കും പഠിച്ചവർക്കും ജന്മം തന്നവർക്കും എല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ജയ് ഗുരുദേവ്. സ്വസ്തി. ശിവായ ശ്രീ. നന്ദി അമ്മ അവിടുത്തെ വാക്കുകൾക്ക്. മാധവ്ജിയെ പുതുതലമുറയ്ക്ക് പരിചയമില്ല എങ്കിൽ കൂടി ആ ഗുരുമഹിമയുടെ ശബ്ദമാണ് വാസന്തി അമ്മയിലൂടെ നമ്മൾ ഇത്രയും നേരം അനുഭവിച്ചത്.